ധർമ്മസ്ഥലയിലെ 2009 പെൺകുട്ടി ക്രൂരതയ്ക്കിരയായത് നേരിട്ട് കണ്ടുവെന്ന് ടിപ്പർ ലോറി ഡ്രൈവറുടെ വെളിപ്പെടുത്തൽ. പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിച്ചു. 20 വർഷമായി ധർമ്മസ്ഥല പ്രദേശത്ത് കാണാതായ സ്ത്രീകളുടെയും വിദ്യാർത്ഥികളുടെയും കേസുകൾ, അസ്വാഭാവിക മരണങ്ങൾ, കൊലപാതകങ്ങൾ, ബലാത്സംഗ കേസുകൾ എന്നിവയും അന്വേഷിക്കും. വിവരങ്ങളുമായി സിജു കണ്ണൻ ഞങ്ങളുടെ പ്രതിനിധി ചേരുന്നു. സിജു, കൈരളി ന്യൂസാണ് ഈ വാർത്ത ആദ്യം പുറത്തെത്തിക്കുന്നത്. അതിനെ തുടർന്ന് ഇപ്പോഴിതാ അന്വേഷണം പ്രഖ്യാപിക്കുന്നു. ലോറി ഡ്രൈവറുടെ വാക്കുകളിന്മേൽ അജിൻഷാദ്, ധർമ്മസ്ഥല വെളിപ്പെടുത്തലുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ കർണാടക സർക്കാർ പ്രത്യേക അന്വേഷണ സംഘത്തെ പ്രഖ്യാപിച്ചിരിക്കുന്നത്. പ്രണവ് മൊഹന്തി IPS നേതൃത്വത്തിലുള്ള 4 സംഘമാണ് കേസ് അന്വേഷിക്കുന്നത്. പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിക്കണമെന്ന ആവശ്യം നേരത്തെ തന്നെ ഉയർന്നിരുന്നു. ആക്ഷൻ കൗൺസിലിന്റെ നേതൃത്വത്തിലും അഭിഭാഷകരുടെ സംഘവുമെല്ലാം തന്നെ മുഖ്യമന്ത്രി സിദ്ധരാമയ്യയെ ഉൾപ്പെടെ കണ്ടുകൊണ്ട് പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ച് അന്വേഷണം നടത്തണമെന്നാണ് ആവശ്യപ്പെട്ടത്. ഈ മാസം 3-ന് ക്ഷേത്രത്തിലെ മുൻ ജീവനക്കാരൻ ഒരു വലിയ വെളിപ്പെടുത്തലുമായി രംഗത്ത് വന്നു. 100-ലധികം സ്ത്രീകളുടെയും പെൺകുട്ടികളുടെയും മൃതദേഹങ്ങൾ കുഴിച്ചുമൂടി പലരുടെയും സമ്മർദ്ദം കൊണ്ട് തനിക്ക് ചെയ്യേണ്ടി വന്നു. ഇപ്പോൾ തുറന്നു പറയുന്നു എന്ന് പറഞ്ഞ ക്ഷേത്ര ജീവനക്കാരൻ അങ്ങനെ ഒരു വെളിപ്പെടുത്തൽ നടത്തിയതിന് പിന്നാലെയാണ് ഈ വലിയ ചർച്ചയായി ധർമ്മസ്ഥലയിലെ കൂട്ടക്കൊലപാതകം മാറിയത്. ഇതിന് പിന്നാലെ 11-ാം തീയതി സ്വന്തം കണ്ടെത്തിയ അസ്ഥികൂടവുമായി ബെൽത്തങ്ങാടിയിലെ കോടതിയിൽ അദ്ദേഹം എത്തുകയും ചെയ്തു. അഭിഭാഷകരുടെ സഹായത്തോടു കൂടിയാണ് കോടതിയിലെത്തി മൊഴി നൽകിയത്. അന്ന് കോടതി ഇതുമായി ബന്ധപ്പെട്ട് കുഴിച്ചു പരിശോധന ഉൾപ്പെടെയുള്ള നടപടികൾ സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടു. അതോടൊപ്പം തന്നെ കേസെടുക്കാൻ ധർമ്മസ്ഥല പോലീസിന് നിർദ്ദേശം നൽകുകയും ചെയ്തു. എന്നാൽ ഇതുവരെ കാര്യങ്ങളെല്ലാം തന്നെ ഒച്ചിഴയും വേഗത്തിലായിരുന്നു കാര്യങ്ങൾ. ഭരണപ്രതിപക്ഷ വ്യത്യാസമില്ലാതെ കർണാടകയിലെ രാഷ്ട്രീയ പാർട്ടികളെല്ലാം തന്നെ കുറ്റകരമായ മൗനം, നിശബ്ദത തുടർന്നു. പക്ഷെ വലിയ പ്രതിഷേധം എല്ലാ ഭാഗത്തു നിന്നും ഉയർന്നു വന്നിരുന്നു. ഇതിനിടെ സംഭവവുമായി ബന്ധപ്പെട്ട് കർണാടക വനിതാ കമ്മീഷൻ ചെയർമാൻ അന്വേഷണം നടത്തണമെന്ന് ആവശ്യപ്പെട്ട് ഒരു കത്ത് അത് സർക്കാരിന് നൽകുകയും ചെയ്തിരുന്നു. ആക്ഷൻ കമ്മിറ്റിയുടെ ആവശ്യവും എല്ലാം തന്നെ പരിഗണിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഒരു പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചിരിക്കുന്നത്. ക്ഷേത്ര മുൻ ജീവനക്കാരൻ നടത്തിയ വലിയ വെളിപ്പെടുത്തലുമായി ബന്ധപ്പെട്ട എല്ലാം തന്നെ അന്വേഷണം നടത്തുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. അന്വേഷണ സംഘം മേധാവിയായി മുതിർന്ന IPS ഉദ്യോഗസ്ഥൻ പ്രണവ് കുമാർ മഹന്തിയെയാണ് നിയമിച്ചിരിക്കുന്നത്. ആഭ്യന്തര കുറ്റാന്വേഷണ വിഭാഗം DIG ആണ്. സംഘത്തിൽ IPS ഉദ്യോഗസ്ഥരായ MN അനുചീർ, ശ്രീമതി സൗമ്യലത IPS, ജിതേന്ദ്രകുമാർ IPS എന്നിവരുമുണ്ട്. അതോടൊപ്പം തന്നെ ഇവർ നയിക്കുന്ന സംഘമാണ്. ഇവർക്കൊപ്പം മറ്റ് പോലീസ് ഉദ്യോഗസ്ഥരും തീർച്ചയായും ഈ ശുചീകരണ തൊഴിലാളിയുടെ വാക്കുകൾക്ക് പുറമെ ഇന്ന് കൈരളി ന്യൂസിനോട് ഈ ഡ്രൈവർ പറഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെയായിരുന്നു സിജു കണ്ണൻ? അജിൻഷാദ്, ഈ ശുചീകരണ തൊഴിലാളിയുടെ വെളിപ്പെടുത്തലിന് പിന്നാലെ തന്നെ മറ്റു പലരും പലതരത്തിലുള്ള വെളിപ്പെടുത്തലുമായി രംഗത്ത് വരുന്നുണ്ട്. ഏറെക്കാലമായി എല്ലാവരും ഭയന്നിരുന്ന കാര്യം ഇപ്പോൾ പലരും തുറന്നു പറയാൻ തയ്യാറാകുന്നു എന്നുള്ളതാണ്. ഇന്ന് രാവിലെ കൈരളി ന്യൂസ് നൽകിയ ഒരു വാർത്ത ഒരു ടിപ്പർ ലോറി ഡ്രൈവറുടെ വാക്കുകളാണ്. അദ്ദേഹം 2009-ൽ കണ്ട ഒരു കാഴ്ചയെ കുറിച്ചാണ് ഇപ്പോൾ തുറന്നു പറയുന്നത്. ധർമ്മസ്ഥലക്കടുത്ത് 1.5 കിലോമീറ്റർ അടുത്ത് റോഡിൽ ടിപ്പർ ലോറിയിൽ കല്ലുമായി പോകുമ്പോൾ ഒരു പെൺകുട്ടിയെ ഉപദ്രവിക്കുന്നത് താൻ കണ്ടിരുന്നു. അതിന് പിന്നാലെ ഒരു കാറിൽ 4 പേരെത്തി തന്നെ ഭീഷണിപ്പെടുത്തി നഗ്നയായ നിലയിൽ ശരീരത്തിലാകെ ചോരയൊലിപ്പിച്ച് പെൺകുട്ടി ഓടിപ്പോകുന്നതാണ് കണ്ടത്. അവിടെ നിന്ന് അവർ ഭയപ്പെടുത്തിയതിനാൽ പിന്നീട് ഒന്നും പറയാൻ കഴിഞ്ഞില്ല. അവിടെ നിന്ന് രക്ഷപ്പെടേണ്ടി വന്നു. പിന്നീട് 3 ദിവസം കഴിഞ്ഞ് ഈ പെൺകുട്ടിയുടെ മൃതദേഹം കണ്ടെത്തി. അഴുകിയ നിലയിലായിരുന്നു പെൺകുട്ടിയുടെ മൃതദേഹം എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് വെളിപ്പെടുത്തിയത്. ഏതായാലും ധർമ്മസ്ഥല വെളിപ്പെടുത്തലുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പുറത്തിറക്കിയിരിക്കുന്ന സർക്കാരിന്റെ ഉത്തരവിൽ പറയുന്നത് ധർമ്മസ്ഥല പ്രദേശത്ത് 20 വർഷമായി കാണാതായ സ്ത്രീകളെയും കുട്ടികളെയും എല്ലാം തന്നെ താൻ കുഴിച്ചിട്ടു എന്നൊരു വെളിപ്പെടുത്തലായിരുന്നു ക്ഷേത്രത്തിന്റെ മുൻ ജീവനക്കാരൻ പറഞ്ഞത്. 1995-നും 2014-നും ഇടയിലാണ് സംഭവമെന്നും അതിനുശേഷം ഞാൻ മറ്റു സംസ്ഥാനത്തേക്ക് ഒളിവിൽ പോകേണ്ട സാഹചര്യം വന്നു എന്നുമാണ് വെളിപ്പെടുത്തിയത്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ 20 വർഷമായി ധർമ്മസ്ഥല പ്രദേശത്ത് കാണാതായ സ്ത്രീകളുടെയും വിദ്യാർത്ഥികളുടെയും കേസുകൾ, അസ്വാഭാവിക മരണങ്ങൾ, കൊലപാതകങ്ങൾ, ബലാത്സംഗ കേസുകൾ എന്നിവ എല്ലാം തന്നെ ഈ പ്രത്യേക സംഘത്തിന്റെ അന്വേഷണ പരിധിയിൽ വരുമെന്നാണ് മനസ്സിലാക്കുന്നത്. തീർച്ചയായും ഇതുവരെ അനങ്ങാപ്പാറ നയം സ്വീകരിച്ച കോൺഗ്രസ് കർണാടക സർക്കാരിന് ഒടുവിൽ ഇതാ അന്വേഷണം പ്രഖ്യാപിക്കേണ്ടി വരുന്നു. അതിലേക്കാണ് പോകുന്നത്. ഇതിൻ്റെ സമഗ്ര വിവരങ്ങളാണ് സിജു കണ്ണൻ ഞങ്ങളുടെ പ്രതിനിധി.